വർഗീയം നമ്മൾ ഇവിടെ സമ്മതിക്കില്ല, BJP വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന UDF സർക്കാർ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ആ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് പരിശോധിക്കണം. മതമാണ് 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 എന്ന് പറഞ്ഞ ഒരു മന്ത്രി പാവപ്പെട്ട കുട്ടികൾക്ക് നടപ്പിലാക്കിയ PM ശ്രീ പുറത്താക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നു. യഥാർത്ഥത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ അത് ഒരു സൂചനയാണ്. എന്താണ് ആ സൂചന ഇപ്പം എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്? പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ PM ശ്രീ പദ്ധതി എടുത്തു കളയാൻ വേണ്ടി പണിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ അത് പറയുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് മാനങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ നടപ്പിലാക്കിയ PM ശ്രീ എന്ന് പറയുന്നു. ആര് നടപ്പിലാക്കിയതാണത്? ആരാണ് ഒപ്പിട്ടത്? പിണറായി വിജയൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എടുത്തു കളയാൻ പണിയെടുക്കുന്നു. അപ്പോൾ PM ശ്രീ വിഷയത്തിൽ UDF ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്ന് ആര് പറഞ്ഞിരുന്നുണ്ട്? രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഇത് പറയുന്നതിനെ നമ്മളങ്ങനെ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള പറച്ചിലായി കണക്കാക്കാൻ പറ്റൂല. കാരണം എന്താ? രാജീവ് ചന്ദ്രശേഖരൻ ഇന്നലെയാണ് ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയി ഒരു കറക്കൊക്കെ കറങ്ങിയിട്ട് മൂപ്പര് തിരിച്ചെത്തിയത്. അപ്പോൾ മൂപ്പർക്ക് ആ വിവരം അവിടെ നിന്ന് കിട്ടിയതാ. എന്ത്? PM ശ്രീയിൽ നിന്ന് കേരളം പിന്മാറാൻ പോകുന്നു, അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം രാജീവ് ചന്ദ്രശേഖരന് ഡൽഹിയിൽ നിന്ന് കിട്ടിയതാ. കാരണം ഡൽഹിയിൽ മൂപ്പര് പോയി സംഘപരിവാർ ഭരണമാണല്ലോ. അപ്പോൾ അവിടെ പോയി മൂപ്പര് ഒരു കറക്കൊക്കെ കറങ്ങി. മൂപ്പരത് കറങ്ങി എന്നുള്ളതിൻ്റെ തെളിവ് മൂപ്പരുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അവിടെ പോയി ഒന്ന് കറങ്ങിയപ്പോൾ മൂപ്പര് സ്വാഭാവികമായിട്ടും PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും നടത്തി. എന്താണ് സർക്കാർ ഇപ്പം എന്താണ് ഇതിൽ നിലപാട്? എന്തെങ്കിലും നടപ്പിലാക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കുന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും ഒരു സൂചന കേരളത്തിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ തലയിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന് വെച്ച സാധനം അതെടുത്ത് അറബിക്കടലിൽ KM ഷാജി പറഞ്ഞതുപോലെ അറബിക്കടലിലേക്ക് എറിയാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പം അത് രാജീവ് ചന്ദ്രശേഖരൻ ഇത്ര തറപ്പിച്ച് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല. അതൊരു സൂചനയുടെ പുറത്ത് അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ്റെ പുറത്ത് പറയുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന KM ഷാജി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന കൂടി നടത്തിയത്. എന്ത്? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് അറബിക്കടലിൽ കളയുമെന്നായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഷാജി പറഞ്ഞത് ഇനി അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു അഴുക്ക് ചാലുണ്ടെങ്കിൽ അത് അങ്ങോട്ട് വലിച്ചെറിയേണ്ടത് തന്നെയാണ് എന്നാണ്. അപ്പോൾ എറിയേണ്ട കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പം എറിയുമെന്നുള്ള കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനും തർക്കമില്ല. എന്ത്? എടുത്ത് വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനും ഒരു തർക്കവും ഇല്ല. അതിപ്പോൾ വെറുതെ തർക്കമില്ലാണ്ടായതല്ല, അതിനുള്ള ചില സൂചനകൾ കിട്ടി എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ചന്ദ്രശേഖരൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എറിഞ്ഞോ എറിഞ്ഞില്ലേ ഇതൊന്നല്ല പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സഖാക്കളാണ് പ്രശ്നം. ഏത് സഖാക്കൾ? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞല്ലോ നടപ്പിലാക്കിയ PM ശ്രീ എന്ന്. ആര് നടപ്പിലാക്കി എന്നുള്ളതാണ്. ഇതിങ്ങനെ ഈ PM ശ്രീയുമായി കേരളത്തിന് എവിടെ മുതലായി പൊക്കിൾക്കുടി ബന്ധമൊന്നും ഇരുന്നില്ലല്ലോ. ഈ ബന്ധം തുടങ്ങിയത് എവിടെ തൊട്ടാ? ഈ ബന്ധം തുടങ്ങിയത് ആര് കാരണമാ? ഈ ബന്ധം തുടങ്ങിയത് പിണറായി വിജയനും ശിവൻകുട്ടിയും പിണറായി വിജയൻ സർക്കാരും കാരണം. ഇപ്പോൾ സർക്കാർ എന്ന് ചിലപ്പോൾ നമുക്ക് അതിൽ പറയാൻ പറ്റൂല. കാരണം എന്താ? സർക്കാർ എന്ന് പറയാൻ അതിൽ ആരും അറിഞ്ഞിരുന്നില്ല, ക്യാബിനറ്റ് പോലും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞ വ്യക്തികളെന്ന് പറയുന്നത് ഒന്ന് പിണറായി വിജയനാണ്, മറ്റൊന്ന് ഈ പറയുന്ന ആരാണ്? ശിവൻകുട്ടിയാണ്. ഇവർ രണ്ടുപേരും രാത്രിക്ക് രാത്രി പാർട്ടിയെ പോലും അറിയിക്കാതെ, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയെ പോലും അറിയിക്കാതെ രാത്രിക്ക് രാത്രി പോയിട്ട് ഒപ്പിട്ട സംഭവമാണ് PM ശ്രീ. അപ്പോൾ
ഞാൻ പറഞ്ഞു വരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത് PM ശ്രീയിൽ നിന്ന് കേരള ഗവൺമെൻറ് പിന്നോട്ടടിക്കുന്നു. ആ പദ്ധതി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കേരളത്തിൻ്റെ പുതിയ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം വേണ്ട, അത് നടപ്പിലാക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഓൾമോസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറുന്നതിന് ഇത് സ്വാഭാവികമായിട്ടും എന്താണ്, ഇത് ഒപ്പിടാതെ ഇരുന്ന സമയം വരെ ഇതുമായിട്ടൊരു ലീഗൽ പ്രൊസീജിയറുകളൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. കണക്ഷൻ അത്തരമൊരു നിയമ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒപ്പിട്ടത് മുതൽ ഇനി അങ്ങോട്ടുള്ള ഓരോ സെക്കൻഡും ഓരോ നടപടികളിലും ഈ നിയമപ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൂടി ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് വേണം ഇതിൽ നിന്ന് പിന്മാറാൻ എന്നുള്ളതാണ് മനസ്സിലാക്കണം. പിന്നെ ഈ സംഘപരിവാറുകാർ എപ്പോഴും ഷാജിക്കെതിരെ പറയുന്ന ഒരു കാര്യം, മതമാണ് 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 പ്രശ്നം. എന്നിട്ട് എന്തേ? എന്നിട്ടൊന്നുമില്ലേ? എന്നിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഷാജിയുടെ ആ പ്രസംഗം ഏത് രീതിയിലായിരുന്നു, എവിടെ നിന്നായിരുന്നു, എന്തായിരുന്നു ഷാജിയുടെ പ്രസംഗം? ഷാജി തുടങ്ങിയതും ഷാജി ഒടുക്കിയതും അന്ന് ഷാജി ആകെ പറഞ്ഞ ഒരു സെൻറ്റൻസ്, മൈക്കിന് മുന്നിൽ വന്നു, മൈക്ക് ഇങ്ങനെ മുട്ടി നോക്കിയിട്ട് വർക്കിംഗ് ആണെന്ന് കണ്ടപ്പോൾ ഷാജി പറഞ്ഞു മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞു. ഷാജി അവിടെ പോയിരുന്നു. അങ്ങനെയായിരുന്നോ? അല്ലല്ലോ. അത് വളരെ കൃത്യമായ രാഷ്ട്രീയ എന്താ പറയേണ്ടത് പ്രഖ്യാപനം തന്നെയായിരുന്നു ഷാജിയുടേത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സംഘപരിവാർ എല്ലാം ഈ പറയുന്ന രാജ്യത്തെ എല്ലാ സംഭവങ്ങളെയും മതത്തിൻ്റെ പേരിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു ഘട്ടത്തിൽ ഷാജി നടത്തിയ പ്രസംഗമാണ്. അപ്പോൾ ഷാജി തിരിച്ചൊരു ചോദ്യമാണത് ചോദിച്ചത്. അപ്പോൾ നമ്മളത് കേൾക്കാത്ത ആളുകളോടൊന്നല്ലല്ലോ, ഇത് കേട്ടിട്ടും പിന്നെ അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് അവരുടെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഷാജി അവിടെ ഇരിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ സംഘപരിവാറാണെങ്കിലും സഖാക്കളാണെങ്കിലും നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരെന്താക്കുന്നത്, ഈ പറയുന്ന മതമാണ് 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 എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത്. മതം ഈ പറയുന്ന സംഘപരിവാർ എല്ലാം മതത്തിൻ്റെ പേരിലേക്ക് ചുരുക്കാൻ നോക്കുമ്പോൾ അതിനെയാണ് ഷാജി പറഞ്ഞത്. അത് മനസ്സിലായിട്ടൊന്നുമല്ലെന്നേ, ഇത് മനസ്സിലാഞ്ഞിട്ടും അത് പിന്നെ അതന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവരോട് പിന്നെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരൊന്നും ഷാജിയുടെ പ്രസംഗം കേൾക്കാത്തവരോ അല്ലെങ്കിൽ ഷാജി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാത്തവരൊന്നുമല്ല ഇതുവരൊന്നും. അതൊക്കെ മനസ്സിലായിട്ടും എന്തെങ്കിലുമൊക്കെ പറയാൻ വേണമല്ലോ എന്നുള്ളതാണ്. അപ്പം ഞാനൊരൊറ്റ ഞാനിപ്പോൾ ഇതിൽ പറയാൻ വന്ന ഒരൊറ്റ കാര്യമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഷാജിയെ പോലെയുള്ള ആളുകൾ അവർ നിയമസഭയിലുണ്ട്, മന്ത്രിസഭയിലുണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് തിരിച്ചറിയാം. കാരണം ഇപ്പം എന്തൊരു വിഷയമാണെങ്കിലും ഇപ്പോൾ അത് എവിടെ മുതൽ തുടങ്ങുന്നുണ്ട്, ഈ ഗവൺമെൻറ് അധികാരത്തിലേറിയ നിമിഷം മുതൽ അത്തരത്തിലുണ്ട്. കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു ഭാഗം, ഒരു കൂട്ടം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് PM ശ്രീയുടെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്, വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്, വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിൽ ഇത് തീരുന്നില്ല. ഇതിങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഇപ്പോൾ ഇന്നലെ വഖഫ് ബോർഡായിരുന്നു, അതിന് മുൻപ് വന്ദേ മാതരമായിരുന്നു, അതിന് മുമ്പ് PM ശ്രീ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും PM ശ്രീയിലേക്ക് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. ഒക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന വന്ദേ മാതരമാകട്ടെ അതിപ്പോൾ കഴിഞ്ഞു. കാരണം അത് August 15 കഴിഞ്ഞതോടുകൂടി അത് ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം അതിലിനി വലിയ ചർച്ചകളൊന്നും രണ്ടാമതുണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്ത ഓഗസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ വീണ്ടും ചർച്ചകൾ ഉണ്ടാവുമായിരിക്കും. August 15 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനം വരുമ്പോൾ. അതിന് മുമ്പ് ഇപ്പോൾ അതിലൊരു ചർച്ച ഉണ്ടാകുമെന്ന് വെച്ചാൽ സാധ്യത കുറവാണ്. പിന്നെയുള്ളത് ഈ പറയുന്ന വഖഫ് ബോർഡും ഈ പറയുന്ന PM ശ്രീയുമാണ്. അപ്പോൾ അത് രണ്ടിലും സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ആ തീരുമാനം എടുക്കുന്നതോടുകൂടി അതും എന്താകും, ഈ പറയുന്ന അറബിക്കടലിലായിരിക്കും അതിൻ്റെ സ്ഥാനം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ വന്ദേ മാതരത്തിലും അങ്ങനെയാണല്ലോ. അങ്ങനെ പല രീതിയിൽ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. സ്വാതന്ത്ര്യദിന ആഘോഷം കഴിഞ്ഞതോടുകൂടി ആ പ്രചരണങ്ങൾ പിന്നെ തൊള്ള തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എന്താ, അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ കേട്ടില്ല. അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. അപ്പം ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ പല താല്പര്യങ്ങളും ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. താല്പര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, നിങ്ങളെന്താക്കുക, ഒന്ന് ഒരു പൊടിക്കുന്ന അടങ്ങ്. കാരണം ഈ ഗവൺമെൻറ് ഇതിലൊരു തീരുമാനം എടുത്തോട്ടെ.
ആ തീരുമാനം എടുക്കുന്നത് വരെ നിങ്ങളിങ്ങനെ തോക്ക് കയറി വെടിവെക്കല്ലേ. വെടിവെക്കാൻ സമയമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വെടിവെക്കാനുള്ള അവസരം ഈ വിഷയത്തിൽ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടും കൃത്യമായ തീരുമാനങ്ങളും UDF ഗവൺമെൻറ് എടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നും വേണ്ട. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും അറിയാം, സഖാവിനും അറിയാം, സംഘിക്കും അറിയാം. അതാണല്ലോ ഇപ്പോൾ രണ്ടാളും പറയുന്നത് എന്താ, ലീഗ് ഭരണത്തിലുണ്ട്. ലീഗ് ഭരണത്തിലുണ്ടെങ്കിൽ എന്താ കുഴപ്പം ലീഗ് ഭരണത്തിലുണ്ടെങ്കിൽ? ലീഗ് ഭരണത്തിലുണ്ടാകുമ്പോഴേ ഇവരുടെ പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. ഒരാൾക്ക് ഈ പറയുന്ന വന്ദേ മാതരം പ്രശ്നമാകും, ഒരാൾക്ക് PM ശ്രീ പ്രശ്നമാകും, ഒരാൾക്ക് ഇട്ട PM ശ്രീയിൽ ഒപ്പിട്ട ആൾ ഇപ്പോൾ അത് വേണ്ടെന്ന് വെക്കുമ്പോൾ ഒപ്പിട്ടവർക്കത് പ്രശ്നമായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് വഖഫ് ബോർഡിലും. വഖഫ് ബോർഡിൽ തങ്ങളുടെ നോമിനികളെ വെച്ച ആളുകൾക്ക് വേണ്ട അങ്ങനെ അങ്ങോട്ട് തട്ടി മാറ്റുമ്പോൾ അവർക്കതൊരു പ്രശ്നമാണ്. അപ്പോൾ അവരതും കൊണ്ട് നടക്കും, ഇങ്ങനെ നടക്കട്ടെ. പക്ഷേ തീരുമാനങ്ങൾ വന്നതിന് ശേഷം, ഇപ്പോൾ ഓഗസ്റ്റ് 15 കഴിഞ്ഞതിന് ശേഷം വന്ദേ മാതരം എന്ന് പറയാൻ പോലും പറ്റിയിട്ടില്ല. അപ്പം അതുപോലെ ഇതിലൊക്കെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ വെടിവെക്കാനുള്ള അവസരം ഉണ്ടാവില്ല. പിന്നെ വേണമെങ്കിൽ സ്വയം അണ്ണാക്കിലേക്ക് തന്നെ വെടിവെക്കാം, അതിനപ്പുറത്തേക്ക് വെടിവെക്കാനുള്ള സാഹചര്യം എന്തായാലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ UDF ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ സൂചന രാജീവ് ചന്ദ്രശേഖരന് ഡൽഹിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.